Optimized Link State Routing Protocol OLSR is a proactive routing protocol for mobile ad hoc networks. OLSR എന്ന് പറയുന്നത് ഒരു പ്രൊയാക്റ്റീവ് റൂട്ടിംഗ് പ്രോട്ടോക്കോളാണ്. എന്താ പ്രൊയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡെസ്റ്റിനേഷനിലേക്കുമുള്ള റൂട്ടിംഗ് ഇൻഫർമേഷൻ കീപ്പ് ചെയ്ത് വെക്കും, അപ്ഡേറ്റ് ആയിട്ട് സൂക്ഷിക്കും. എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ തന്നെ അത് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും. So it is a proactive routing protocol. Then OLSR, Optimized Link State Routing. That means ഇത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ഉണ്ടല്ലോ. ഈ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോക്കോളിൻ്റെ ഒരു ഒപ്റ്റിമൈസ്ഡ് വേർഷനാണ്. അപ്പോൾ OLSR എന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോക്കോളിൻ്റെ ഒപ്റ്റിമൈസ്ഡ് വേർഷനാണ്. അപ്പോൾ ഈ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോക്കോളിൽ ഇൻ പ്യുവർ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ഓൾ ദ ലിങ്ക്സ് വിത്ത് നെയ്ബർ നോഡ്സ് ആർ ഡിക്ലെയർഡ് ആൻഡ് ആർ ഫ്ലഡഡ് ഇൻ ദ എൻറ്റയർ നെറ്റ്വർക്ക്. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതത്തിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാ നോഡ്സും അതിൻ്റെ നെയ്ബറിംഗ് നോഡ്സിലേക്കുള്ള ലിങ്ക്സ്, അതായത് ലിങ്ക് ഇൻഫർമേഷൻ, റൂട്ട് ഇൻഫർമേഷനെ അതിങ്ങനെ ഡിക്ലെയർ ചെയ്ത് ടു ദ എൻറ്റയർ നെറ്റ്വർക്ക് അതിങ്ങനെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. ഒന്നുകൂടെ പറയാം, ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതത്തിൽ എല്ലാ നോഡ്സും അതിൻ്റെ നെയ്ബർ നോഡ്സിലേക്കുള്ള ലിങ്ക്സിനെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ടു ദ എൻറ്റയർ നെറ്റ്വർക്ക് അത് എന്താ ഡിക്ലെയർ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ സെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ OLSR എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. OLSR കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. OLSR protocol is an optimization of a pure link state protocol for mobile and ad hoc networks. ഇതിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ഒപ്റ്റിമൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് മെയിൻലി രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ്. ഒന്ന്, ഫസ്റ്റ് ഇറ്റ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് കൺട്രോൾ പാക്കറ്റ്സ്. സെക്കൻഡ്ലി ഇറ്റ് മിനിമൈസസ് ദ ഫ്ലഡിംഗ് ഓഫ് ദിസ് കൺട്രോൾ ട്രാഫിക് ബൈ യൂസിങ് ഓൺലി ദ സെലക്റ്റഡ് നോഡ്സ്. രണ്ട് കാര്യമാണ്. ഒന്നാമത് സെൻഡ് ചെയ്യുന്ന ഡാറ്റയുടെ, ദാറ്റ് മീൻസ് പ്രൊയാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് റൂട്ടിംഗ് ഇൻഫർമേഷൻ അല്ലേ ഷെയർ ചെയ്യണം, എന്നാലേ ടേബിള് ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം ഈ അയക്കുന്ന റൂട്ടിംഗ് ഇൻഫർമേഷൻ്റെ സൈസ് മാക്സിമം കുറയ്ക്കുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് റീട്രാൻസ്മിഷൻസ് കുറയ്ക്കുന്നു. അപ്പം ഒരു നോഡ് അതിൻ്റെ ഇൻഫർമേഷൻ മറ്റൊരു നോഡിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന നോഡ് എന്ത് ചെയ്യും, അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇവിടെ ആ റീട്രാൻസ്മിഷനെ മാക്സിമം മിനിമൈസ് ചെയ്യുക ചെയ്യുന്നത്. അൺനെസസറി ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് പോകാവുന്ന റീട്രാൻസ്മിഷൻസ് ഒക്കെ എന്ത് ചെയ്യും, ഒഴിവാക്കും. അപ്പം ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ലിങ്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോളിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഒപ്റ്റിമൈസ്ഡ് ലിങ്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, OLSR എന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഒപ്റ്റിമൈസ്ഡ് വേർഷനാണ്. രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒപ്റ്റിമൈസേഷൻ നടത്തുന്നത്. ഒന്ന്, കൺട്രോൾ ഇൻഫർമേഷൻ്റെ സൈസ് കുറയ്ക്കുന്നു. രണ്ടാമത്, നമ്പർ ഓഫ് റീട്രാൻസ്മിഷൻസ് റെഡ്യൂസ് ചെയ്യുന്നു. ഇനി ഫസ്റ്റ് ഇറ്റ് റെഡ്യൂസസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇറ്റ് റെഡ്യൂസസ് സൈസ് ഓഫ് കൺട്രോൾ പാക്കറ്റ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ഓൾ ലിങ്ക്സ് ഇറ്റ് ഡിക്ലെയർസ് ഓൺലി എ സബ്സെറ്റ് ഓഫ് ലിങ്ക്സ് വിത്ത് ഇറ്റ് നെയ്ബേഴ്സ് ഹു ആർ അതായത് എല്ലാ ഒരു നോഡ് അതിൻ്റെ എല്ലാ നെയ്ബേഴ്സിനെയും കുറിച്ചുള്ള ഇൻഫർമേഷൻ അയക്കുന്നതിന് പകരം ചില സെലക്റ്റഡ് നോഡ്സിലേക്കുള്ള ലിങ്കിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രം സെൻഡ് ചെയ്യുന്നു. ലിങ്ക് സ്റ്റേറ്റിൽ അങ്ങനെയല്ലായിരുന്നു, ചുറ്റുമുള്ള എല്ലാ നെയ്ബേഴ്സിനെയും കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇങ്ങനെ പാസ് ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ നോട്ട്സ്, സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ നെയ്ബേഴ്സിലേക്കുള്ള ലിങ്ക്സിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അത് പ്രൊപ്പഗേറ്റ് ചെയ്യത്തുള്ളൂ. ഇനി ഈ ഇൻഫർമേഷൻ മറ്റൊരു നോഡിലേക്ക് അയച്ചു കഴിയുമ്പോൾ അത് റീട്രാൻസ്മിറ്റ് ചെയ്യണമല്ലോ. എല്ലാ നോട്ട്സും റീട്രാൻസ്മിറ്റ് ചെയ്യില്ല. ലിങ്ക് സ്റ്റേറ്റിലെ പോലെ എല്ലാ നോട്ട്സിനും റീട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റത്തില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള നോട്ട്സിന് മാത്രമേ റീട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെലക്റ്റഡ് അല്ലാത്തൊരു നോഡാണെങ്കിൽ അത് ഈ ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യും, സൂക്ഷിച്ചു വെക്കും, ടേബിൾ അപ്ഡേറ്റ് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ ഇത് റീട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ മാക്സിമം നമുക്ക് റീട്രാൻസ്മിഷൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഒപ്റ്റിമൈസ്ഡ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോക്കോളിൽ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യാനായിട്ട് ഇവർ യൂസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് മൾട്ടി പോയിൻ്റ് റിലേയിങ് ടെക്നിക്കാണ്. മൾട്ടി പോയിൻ്റ് റിലേയിങ് ടെക്നിക്ക്, അതായത് MPR ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, മൾട്ടി പോയിൻ്റ് റിലേസ് എന്ന് പറഞ്ഞിട്ട് കുറേ നോട്ട്സിനെ ഇവർ ഓൾറെഡി ചൂസ് ചെയ്ത് വെക്കും. എന്നിട്ട്
അതിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ നോട്ട്സിലേക്കുള്ള ലിങ്ക് ഇൻഫർമേഷൻ മാത്രമേ അവർ ഷെയർ ചെയ്യത്തുള്ളൂ. മാത്രമല്ല ഈ മൾട്ടി പോയിന്റ് റിലേസ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള നോട്ട്സിന് മാത്രമേ റീട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റൂ. അല്ലാത്ത നോട്ട്സിനൊക്കെ ഈ ഇൻഫർമേഷൻ കിട്ടും, റൂട്ടിംഗ് ഇൻഫർമേഷൻ കിട്ടും, പക്ഷേ അവർക്കത് പ്രോസസ്സ് ചെയ്ത് സ്വന്തമായിട്ട് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, റീട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ് ഈ മൾട്ടി പോയിന്റ് റിലേസ് എന്നുള്ളത് അടുത്തത് നമുക്ക് നോക്കാം. ഒന്ന് വായിക്കാം. സെക്കൻഡ്ലി, ഇറ്റ് മിനിമൈസസ് ദ ഫ്ലഡിംഗ് ഓഫ് ദിസ് കൺട്രോൾ ട്രാഫിക് ബൈ യൂസിങ് ഓൺലി ദ സെലക്ടഡ് നോട്ട്സ് കോൾഡ് മൾട്ടി പോയിന്റ് റിലേസ് ടു ഡിഫ്യൂസ് ഇറ്റ്സ് മെസ്സേജസ് ഇൻ ദ നെറ്റ്വർക്ക്. അപ്പോൾ ഒരു ടേമും കൂടെ ഉണ്ട്, മൾട്ടി പോയിന്റ് റിലേ സെലക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് അടുത്ത സെക്ഷൻ പഠിക്കുമ്പോൾ പറയാം. So this technique significantly reduces the number of retransmissions in a flooding or broadcast procedure. Then, apart from normal periodic control messages, the protocol does not generate extra control traffic in response to link failures and additions. So the protocol keeps the routes for all the destinations in the network. എല്ലാ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ട്സ് കീപ്പ് ചെയ്ത് വെക്കുന്നു. Hence it is beneficial for traffic patterns where a large subset of nodes are communicating with each other and the pairs are also changing with time. അപ്പോൾ വളരെ ഡെൻസ് ആയിട്ടുള്ള വലിയ നെറ്റ്വർക്കിലൊക്കെ യൂസ് ചെയ്യാൻ ഈ പ്രോട്ടോക്കോൾ നല്ലതാണ്. So this protocol is particularly suitable for large and dense networks as the optimization done using the multi-point relays works well in this context. Okay, the more dense and large a network is, more optimization is achieved as compared to the normal link state algorithm. Then ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടി പോയിന്റ് റിലേനെ കുറിച്ചാണ്. എന്താണ് മൾട്ടി പോയിന്റ് റിലേസ്, എങ്ങനെയാണ് മൾട്ടി പോയിന്റ് റിലേസ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നത്, എന്താണ് മൾട്ടി പോയിന്റ് റിലേ സെലക്ടേഴ്സ്, ഇതൊക്കെ അടുത്ത നമുക്ക് നോക്കാം.